നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രമോദ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. ഇന്നത്തെ കാലത്ത് ലോകത്ത് ഏറ്റവും അധികം മരണകാരണങ്ങളിലൊന്ന് ഹൃദ്രോഗമാണ്. ഇന്ത്യയിലാകട്ടെ ഇതിൻ്റെ തോത് അധികമാണ്. ഹൃദ്രോഗം ഒഴിവാക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ഒരു ലഘുവിവരണമാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഹൃദ്രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങളായി പ്രധാനമായുള്ളത് രണ്ട് തരത്തിലുള്ള കാരണങ്ങൾ. നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ നമ്മൾ വരുത്തുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് മെച്ചപ്പെടുത്താവുന്ന ചില കാരണങ്ങൾ, ചിലവ അങ്ങനെ സാധിക്കാത്തവ. പ്രധാനമായുള്ളത് ഡയബറ്റിസ് അഥവാ ഷുഗർ, ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, വ്യായാമമില്ലായ്മ, അമിതമായ വണ്ണം, പുകവലി, മദ്യപാനം, ഭക്ഷണക്രമങ്ങളിലുള്ള വ്യത്യാസം, ജോലിസ്ഥലത്തോ സാമൂഹ്യപരമായുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, പിന്നെ ചില പരമ്പരാഗതമായ കാരണങ്ങൾ, പരിസ്ഥിതികളുള്ള ചില കാരണങ്ങൾ. ഇവയൊക്കെയാണ് ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇവയിൽ നമുക്ക് എന്ത് ചെയ്ത് ഇവയൊന്ന് മെച്ചപ്പെടുത്താം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, ജനസംഖ്യയുടെ 10 വീതം ഡയബറ്റിസ് അൺകൺട്രോൾഡാണ് അഥവാ ഷുഗർ അൺകൺട്രോൾഡാണ്. ഹൃദ്രോഗികളാവട്ടെ 5 ഷുഗർ നിയന്ത്രിക്കാനായി നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായും ഭക്ഷണത്തിലുള്ള ക്രമീകരണം, കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യുക, ഇതാണ് നമുക്ക് ചെയ്യാവുന്നത്. അഥവാ ഷുഗർ കൂടുതലുള്ളവരാണെങ്കിൽ യഥാക്രമം ഡോക്ടറെ കണ്ട് നിയന്ത്രണത്താക്കി നിർത്താനായി വ്യായാമമോ ഭക്ഷണക്രമങ്ങൾ കൊണ്ടോ, അതല്ല മരുന്ന് ആവശ്യമെങ്കിൽ അങ്ങനെയോ കൃത്യമായ രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ അമിതവണ്ണം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇവയൊക്കെ ഷുഗറിനോട് അനുബന്ധിച്ച് കാണപ്പെടാം. അവയും അതേസമയം ചികിത്സിച്ച് കൃത്യമായ രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഷുഗർ പ്രോപ്പറായി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ. ഇന്ത്യൻ രോഗികളിൽ ഹൈപ്പർ ടെൻഷൻ്റെ അളവ് അഥവാ രക്തസമ്മർദ്ദത്തിൻ്റെ അധികമാകുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് ചെയ്യാവുന്നത് ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെ. ഉപ്പ് നന്നായി കുറച്ച് വെക്കുക, ഫാറ്റി ഫുഡ്സ് ഒഴിവാക്കുക, അമിതവണ്ണം ഒഴിവാക്കുക, റെഗുലറായ രീതിയിൽ എക്സർസൈസ് ചെയ്യുക, കൃത്യമായ രീതിയിൽ ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മരുന്ന് കഴിച്ച് പ്രഷർ വേണ്ട രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഇന്ത്യൻ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ പകുതിയിലേറെ പേർ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ കൊളസ്ട്രോൾ വ്യത്യാസമുള്ളവരാണ്. തരംതിരിച്ച് ലൈപ്പിഡ് പ്രൊഫൈലായി കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെയധികമാണിത്. ചീത്ത കൊളസ്ട്രോളായ LDLോ ട്രൈഗ്ലിസറൈഡോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. കൂടുതൽ പേരിലും നല്ല കൊളസ്ട്രോളായ HDL കുറവായാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ റെഗുലറായ എക്സസൈസുകളോ അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളോ കൊണ്ട് നമുക്കത് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവയൊക്കെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയാണ് പ്രധാനമായും ഹാർട്ടിന് കേടുണ്ടാക്കുന്ന സാധനങ്ങൾ. അവയെ നമ്മൾ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ചു പോവുക. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി നമുക്ക് ചെയ്യാവുന്ന കാര്യം പുകയില ഉൽപ്പന്നങ്ങൾ, പുകവലിയോ ഏതെങ്കിലും ഒരു തരം പുകയിലയോ, അത് പൂർണ്ണമായും വർജിക്കുക എന്നതാണ്. പുകവലി അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം നിർത്തുന്നതുകൊണ്ട് മാത്രം 42% ഹൃദ്രോഗ സാധ്യത കുറയുമെന്നാണ് പഠനങ്ങൾ. പുകവലി മൂലം ഹൃദ്രോഗം മാത്രമല്ല, ക്യാൻസർ ഉൾപ്പെടെയുള്ള പലവിധ രോഗങ്ങൾക്കും കാരണമാണ് പുകവലി. നിർബന്ധമായും പുകവലി അല്ലെങ്കിൽ പുകയിലയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗം പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അമിത മദ്യപാനവും. അടുത്തതായി എനിക്ക് പറയാനുള്ളത് അമിതവണ്ണം അഥവാ ഒബീസിറ്റി. നഗരങ്ങളിലുള്ള ജീവിക്കുന്ന ജനങ്ങളിൽ രണ്ടിൽ ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടെന്നാണ് പഠനങ്ങൾ. ഇവ ഒഴിവാക്കാനായി നമുക്ക് ചെയ്യാവുന്നത് ഭക്ഷണത്തിലുള്ള ക്രമീകരണം തന്നെയാണ്. അളവ് കുറച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള അത്രയും മാത്രം ഭക്ഷണം സ്ഥിരമായി കഴിക്കാൻ തുടങ്ങുക, റെഗുലറായിട്ടുള്ള വ്യായാമം ചെയ്യുക. ഇവയാണ് നമുക്ക് എളുപ്പം ചെയ്യാവുന്നത്. ഒരു ഡോക്ടറെ കണ്ട് നമ്മളുടെ ശരീരഘടനയ്ക്കനുസരിച്ച് എത്രയാണ് നമ്മളുടെ യഥാർത്ഥ അല്ലെങ്കിൽ വേണ്ട വെയിറ്റ് എന്നത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അടുത്തത്
വ്യായാമക്കുറവാണ് ഒരു പ്രധാന കാരണം ഹൃദ്രോഗത്തിനായി. ഇത് ഒഴിവാക്കാനായി പരമാവധി ദിവസങ്ങൾ നമുക്ക് പറ്റുന്ന അത്രയും ദിവസങ്ങളിലും മോഡറേറ്റ് ലെവൽ, വളരെ കുറവല്ലാത്ത രീതിയിൽ എന്നാൽ വളരെ കഠിനമല്ലാത്ത രീതിയിലുള്ള റെഗുലർ വ്യായാമമാണ് അത്യാവശ്യം. ഏറ്റവും നല്ല വ്യായാമം നടത്തം തന്നെയാണ്. നമ്മളൊന്ന് ആയാസപ്പെടുന്ന രീതിയിൽ, ഒരല്പം ക്ഷീണിപ്പിക്കുന്ന രീതിയിൽ ബ്രിസ്ക് വാക്കിംഗ്, കൈകൾ വീശി നല്ല സ്പീഡിലുള്ള നടത്തമാണ് ആവശ്യം. മണിക്കൂറിൽ ഒരു 5-6 കിലോമീറ്റർ സ്പീഡ് പിന്നിടുന്ന രീതിയിൽ ആ ഒരു സ്പീഡിൽ റെഗുലറായി അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഉള്ള നടപ്പ് ഹൃദ്രോഗത്തെ അകറ്റി നിർത്താൻ വളരെ സഹായിക്കും. നടപ്പ് അല്ലെങ്കിൽ മറ്റ് സൈക്ലിങ്ങോ ഗെയിംസോ നമ്മളുടെ ആവശ്യം പോലെ എന്ത് വ്യായാമ മുറകളും ആവാം. ഇവയെല്ലാം വളരെ നല്ലത് തന്നെ. ഇവയെല്ലാം പോലെ തന്നെ പരമ്പരാഗതമായ ചില കാരണങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതികരമായ ചില കാരണങ്ങൾ, ഇവയൊക്കെ ഹൃദ്രോഗത്തിന് കാരണമായേക്കാം. അതൊന്നും ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇവയൊക്കെ പറ്റി വളരെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചിട്ടയായൊരു ജീവിതം, ഭക്ഷണക്രമം, റെഗുലർ വ്യായാമം, ഈ റിസ്ക് ഫാക്ടേഴ്സൊക്കെ കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ പോയാൽ ഒരു പരിധിവരെ ഹൃദ്രോഗം നമുക്ക് ഒഴിവാക്കാനായി സാധിച്ചേക്കും.